ധന്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരുടെ തറവാട്ട് വകയാണ് എന്ന് അവർക്കൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ അവർ തിരുത്തുക തന്നെ വേണം. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഈ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പരാതികൾക്കൊന്നും ഒരു പൊല്ല് വിലയും അവർ കൽപ്പിക്കുന്നില്ല. ഇവിടുത്തെ ആരോഗ്യവകുപ്പ്, ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഇതൊന്നും കാണുന്നില്ല. എന്താണ് ഇവർക്ക് പറ്റുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ പോകുന്ന ആളുകൾക്കൊക്കെ വലിയ തരത്തിലുള്ള പരാതികളാണ് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരുമായി ബന്ധപ്പെട്ടുള്ളത്. ശരിയാണ്, സെക്യൂരിറ്റി ജീവനക്കാർ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ട ആളുകളാണ്. പക്ഷേ അവർ അതിനപ്പുറത്തേക്ക് ചെന്നുകൊണ്ട് മറ്റൊരു മനുഷ്യൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യത്തിലും കടന്നു കയറി അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ തരത്തിലൊക്കെ മനുഷ്യത്വരഹിതമായി ക്രൂരമായി പെരുമാറാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? സത്യത്തിൽ പച്ച മലയാളത്തിൽ വാക്കുകൾ തെറ്റാണ് എങ്കിലും ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ചോദിക്കാൻ പാടില്ല എങ്കിലും ചോദിക്കുകയാണ്. ഇവന്റെയൊക്കെ തന്തയുടെ വകയല്ല ഒരു മെഡിക്കൽ കോളേജുകൾ. ഇവനൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്ന തെമ്മാടിത്തരം കണ്ടാൽ സത്യത്തിൽ രോഗികളൊക്കെ ഇവന്റെയൊക്കെ അടിമകളാണ്. ഇവനൊക്കെ എന്തും പറയാം, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വെച്ചാൽ പിന്നെ ഇവന്റെയൊക്കെ തറവാട് സ്വത്താണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം. ഇവനൊക്കെ പറയുന്നതിനപ്പുറം മറ്റൊന്നും അവിടെ നടക്കില്ല. പലപ്പോഴും രോഗികളൊക്കെ കയ്യും കാലും പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം പറയുന്നത് സുരക്ഷ അല്ലെങ്കിൽ വൃത്തിയുടെ അല്ലെങ്കിൽ ഒരുപാട് പേർ കയറി ചെല്ലുമ്പോൾ ഒരുപാട് രോഗികൾ ഉള്ളതല്ലേ, അവരുടെ പിന്നെ ഈ രോഗം പകരുന്ന അങ്ങനെയൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഈ സെക്യൂരിറ്റികൾ പലപ്പോഴും രോഗികളെയും കൂട്ടിരിപ്പുകാരെയൊക്കെ തടയുന്നത്. സത്യത്തിൽ പൈസ ഇല്ലാത്തവർ കടം വാങ്ങിച്ചു പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരക്കാരുടെ അഴിഞ്ഞാട്ടം കാണാൻ കെൽപ്പില്ലാത്തത് കൊണ്ടാണ്. എനിക്കറിയാം, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കയ്യോങ്ങി ഇവനൊക്കെ 4 എണ്ണം കൊടുത്തിട്ട് വല്ല പരാതിയും പോയി കൊടുത്താലോ എന്ന്. കാരണം അവിടെ വരുന്ന രോഗികളോടും കൂട്ടിരിപ്പുകാരോടും കാണിക്കുന്ന ഒരു എന്താ, ഇവനൊക്കെ രാജാക്കന്മാരാണ്, അവിടെ വരുന്നവരെല്ലാം അടിമകളാണ് എന്നുള്ള രീതിയിലാണ്. നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടില്ലേ, ഇത് ഒരുപാട് തവണ പാർത്ത, ഇത് എത്രയോ നാളുകളായി ആളുകൾ നിരന്തരം ഈ പിന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇപ്പം നമ്മൾ കണ്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയാലും എന്തിനേറെ പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വരെ ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ കാണിക്കുന്ന അഴിഞ്ഞാട്ടം, അതായത് പിന്നെ വാഹനം പാർക്ക് ചെയ്യുന്നത് മുതൽ അകത്ത് കയറുന്നത് വരെ ഇത്ര സമയത്തിനുള്ളിൽ കയറിയില്ല, ഒരു സെക്കൻഡ് ഒന്ന് താമസിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് പല അമ്മമാരും അകത്ത് മക്കൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് അകത്തേക്ക് ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്ന, ഇവന്റെയൊക്കെ കാല് പിടിക്കുന്ന, നമ്മളെയൊക്കെ പണം കൊണ്ടാണ് ഇവനൊക്കെ ശമ്പളം വാങ്ങുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇവന്റെയൊക്കെ അടിമകളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ആരാണ് ഇവനൊക്കെ ഇത്തരം ധൈര്യം കൊടുത്തത്? സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വരാനും അവർക്ക് വന്ന് അവരുടെ രോഗങ്ങളുടെ ചികിത്സയ്ക്കും സൗകര്യങ്ങൾക്ക് പണമില്ലാതെ ചികിത്സ ചെയ്തു പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം RCC, ശ്രീ ചിത്ര, ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ളൊക്കെ എല്ലാം അതിൻ്റെ അകത്താണ്. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റിക്കാരന്മാരെ കാരണം പലരും, എനിക്ക് അറിയാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ, പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ഇവന്മാരെ കാരണം ആ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് കയറാൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, വല്ല പ്രൈവറ്റിലും കാണിക്കാം, കുറച്ച് പൈസ ആവുന്നല്ലേ ഉള്ളൂ, മനസ്സമാധാനം ഉണ്ടല്ലോ എന്ന്. അത്തരത്തിലുള്ള വൃത്തികെട്ട ഭാഷകൾ ആരെ കൈവയ്ക്കാൻ ഇവന്മാർക്ക് ഒരു മടിയുമില്ല. ആരാണ് അവിടെ വരുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ദേഹത്ത് കൈവയ്ക്കാൻ ഇവനൊക്കെ അധികാരം കൊടുത്തത് ആരാണ്? എന്തും കാണിക്കുക. ഇവന്റെ ഒക്കെ ആളുകൾ വരുമ്പോൾ എന്താ ഈ പിൻവാതിൽ എന്ന് പറയുന്നത് പോലെ സൈഡിൽ കൂടെ കയറ്റിവിടാനും ആളുകളെ എടുത്ത് കൂട്ടിരിക്കാനും ഒക്കെ ഒരു പ്രശ്നമില്ല. ഇവന്റെ പരിചയക്കാരന്മാരോ ഇവന്റെ വീട്ടിലുള്ളവരോ ഇവന്റെ ഒക്കെ അടുത്ത ആളുകളോ ഒക്കെ വരുമ്പോൾ ഒരു പ്രശ്നമില്ല. പിൻവാതിൽ നിയമനം വഴിയാണ് പലവരും ഈ പാർട്ടി ബന്ധങ്ങൾ വെച്ച് ഇവിടെ സെക്യൂരിറ്റികളായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് കാണിക്കുന്ന അഹങ്കാരത്തിന് സത്യം പറഞ്ഞാൽ പച്ച മടൽ വെട്ടിയവനെയൊക്കെ അടിക്കാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ നിയമം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട്, കാരണം
അത്രയ്ക്ക് അവിടെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഈ സെക്യൂരിറ്റി ജീവനക്കാരെന്ന് പറയുന്നവന്മാർ അമ്മാനമാടുകയാണ്. ഇത് കണ്ടിട്ടും നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥരും അതിനെതിരെ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊക്കെ എത്ര ആവർത്തി ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ട് പോലും ഇവിടുത്തെ UP-യിലായിരുന്നെങ്കിൽ ഇവിടുത്തെ മുൻനിര മാപ്രകളൊക്കെ തുള്ളി ഇപ്പോൾ വാളെടുത്ത് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നാനെ. UP ലോകി ഭരിക്കുന്നിടത്ത് അല്ലെങ്കിൽ മോദിയുടെ മണ്ഡലത്തിൽ ആശുപത്രികളിൽ നടക്കുന്നത് ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, കാരണം ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകന്മാരാണല്ലോ ഇവിടെ കൂടുതൽ, അപ്പോൾ ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അവരെ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നവന്മാർ എത്ര എടുത്തിട്ട് ഇടിച്ചു നൂത്ത് കൊന്നാലും അതൊന്നും ചോദിക്കാൻ ഇവിടെ ഒരുത്തനും ഇല്ല എന്നുള്ളതാണ്. വീണ ജോർജിന്റെ അടുത്ത് 1000 വട്ടം ഇതിനു മുൻപേ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചറിന്റെ സമയത്ത് കുറച്ചുകൂടിയൊക്കെ ഒരു മയമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോ ഇവന്മാർ നിന്നിട്ട് എന്ത് കാര്യം? വന്ദനാദാസ് എന്നും പറഞ്ഞൊരു യുവ ഡോക്ടറെ, ഒരു സന്ദീപ് എന്ന് പറഞ്ഞൊരു മയക്കുമരുന്ന് ഉപയോഗിച്ച് വന്നവൻ കുത്തിക്കൊന്നില്ലേ? ഈ സെക്യൂരിറ്റിക്കാരന്മാർ എവിടെ പോയിരുന്നു? ഇവന്മാർക്ക് സാധാരണക്കാരെ വരച്ച വരയിൽ നിർത്താനേ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ പണം കൊണ്ടാണ് മെഡിക്കൽ കോളേജുകൾ ഓടുന്നത് എന്നുള്ളത് കൂടി യുവമാരൊക്കെ ഓർക്കണം. യുവമാർ വാങ്ങുന്ന ശമ്പളവും അതാണ്. എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ ജനങ്ങളെ പച്ചയ്ക്ക് തെറി വിളിക്കുക, അവരെ ശാരീരികമായി കൈവയ്ക്കുക, അവരെ ഉപദ്രവിക്കുക, സ്ത്രീകളെ അസഭ്യം പറയുക, ഇതൊക്കെയാണ് ഇവന്മാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത്. ധന്യ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ല, അതായത് എനിക്ക് മടൽ വെട്ടി അടിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നൊരു വാക്ക് ധന്യ പറഞ്ഞു. പക്ഷേ അതേ കാര്യം, അതായത് ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നതിലപ്പുറത്തേക്ക് ജനങ്ങളുടെ മേലെ കൈവെക്കാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. ആ വീഡിയോയിലുള്ള വ്യക്തി ആരായിരുന്നാലും ആ വ്യക്തി ഒരു എന്തെങ്കിലും തരത്തിൽ ഉപദ്രവം കാണിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരോട് തട്ടിക്കയറിയതായിക്കോട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും പ്രതികരിച്ചതാവാം, എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തിയെ ഇവർക്ക് പിടിച്ചിട്ട് ഇവർക്ക് ബന്ധിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു കാര്യം അവർക്കുണ്ട്. സെക്യൂരിറ്റിക്കാരാണ്, അവർക്ക് ബന്ധിച്ച് അവിടെ ഇരുത്താം, പോലീസിനെ അറിയിക്കാം, കൈമാറാം. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ കസേരയിൽ ഇരുത്തി അയാളുടെ കൈ രണ്ടും പുറകോട്ട് പിടിച്ച് മറ്റേ സെക്യൂരിറ്റിക്കാരൻ ഈ പുറത്തിട്ട് ഇടിക്കുകയാണ്. സിനിമയിൽ കാണുന്നത് പോലെ കൈ മടക്കി ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവന്റെ ആരോ ആണ്, അല്ലെങ്കിൽ ഇവൻ ഇവന്റെ പൊതു സ്വത്താണ് ഈ മനുഷ്യന്റെ ദേഹം എന്ന് പറയുന്നത് പോലെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം തെമ്മാടിത്തങ്ങൾക്കെതിരായിക്കൊണ്ട്, ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരായിക്കൊണ്ട് പ്രതികരിക്കാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നതാണ് വീണ ജോർജിന് നല്ലത്. കാരണം ഇവിടെ എല്ലാ കാര്യത്തിനും പ്രതികരിക്കാൻ വേണ്ടി ഇവിടുത്തെ യുവജന സംഘടനകൾ നിൽക്കുമല്ലോ. DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, ഈ പറയുന്ന യുവമോർച്ചയുണ്ട്. എന്തേ ഈ യുവജന സംഘടനകളൊന്നും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കാത്തത്? ചില ആളുകൾ പറയുന്നുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വന്ദനാദാസ് ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് ഇത്തരം ചില സാധനങ്ങൾ നടത്തുന്നതെന്ന്. വന്ദനാദാസ് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പല കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കൃത്യമായ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ പിടിച്ച് പോലീസിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ സ്ത്രീകളോടും കുട്ടികളോടും അസഭ്യം പറയാനും ഒരുമാതിരിപ്പെട്ട വൃത്തികേടുകൾ പറയാനും അവരെ കൈകാര്യം ചെയ്യാനും അവരെ കൈവെക്കാനും ഞങ്ങൾ രാജാക്കന്മാരാണ് എന്ന നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എല്ലാം ഉള്ള സെക്യൂരിറ്റി ജീവനക്കാർക്ക് ആരും അവകാശം കൊടുത്തിട്ടില്ല. ഈ പാവപ്പെട്ടവന്റെ, ഈ പറയുന്ന ജനതയുടെ, ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കെട്ടിയിട്ട അല്ലെങ്കിൽ കെട്ടി പണിതെടുത്ത ഒരു മെഡിക്കൽ കോളേജിൽ നിന്നുകൊണ്ടാണ് ഈ തോന്നിവാസം ഇവർ കാണിക്കുന്നത്. കയറണമെങ്കിൽ ഇവന്റെയൊക്കെ കയ്യും കാലും പിടിക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജനങ്ങളുടെ പണം കൊണ്ട് കെട്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ കയറണമെങ്കിൽ ഇവന്റെയൊക്കെ കയ്യും കാലും പിടിക്കണം. സത്യത്തിൽ ഈ യുവജന സംഘടനകൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഇവന്മാരെയൊക്കെ ആദ്യം അടിച്ചു പുറത്താക്കിയിട്ട്, ഞാൻ പറയുന്നത് നിയന്ത്രണം വേണ്ടാന്നല്ല, കാരണം അവിടെ പലതരത്തിലുള്ള രോഗികൾ വരുന്നുണ്ട്, അവരുടെയൊക്കെ ശാരീരികമായ സുരക്ഷയ്ക്ക് നിയന്ത്രണം ആവശ്യമാണ്. പക്ഷേ അമിതമായ നിയന്ത്രണം ഉണ്ടല്ലോ, ഞങ്ങളാണ് എല്ലാം, എനിക്ക് തോന്നുന്നു വീണ ജോർജ് ഒന്നുമല്ല, വീണ ജോർജിനെക്കാളും മുകളിലാണ് ഈ സെക്യൂരിറ്റിക്കാരന്മാരുടെ പവർ എന്ന് പറയുന്നത്. ഇവനെയൊക്കെ വച്ച് വാഴിക്കുന്ന ആരോഗ്യ വകുപ്പിലുള്ളവരെ ഇവിടെ ആദ്യം അടിക്കാൻ. ഒരു DYFI നേതാവിനെ സെക്യൂരിറ്റി ജീവനക്കാർ അടിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട്. അത് അവസാനം ഒത്തുതീർപ്പാക്കി പൊളിറ്റിക്കൽ ബേസ് വെച്ചിട്ട്. അന്ന് കയറി അടിക്കേണ്ടതായിരുന്നു കുമാരൻ. കാര്യം ഞാൻ അവരെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നൊന്നുമല്ല. ഇവർ പൊതുജനങ്ങളെ അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള സാമാന്യമായ അവകാശം നമുക്കില്ലേ? നമ്മുടെ ശരീരം ആരെങ്കിലും എഴുതി കൊടുത്തതാണ്, നമ്മൾ എന്നെ വന്ന് അടിച്ചോളൂ ഞാൻ നിന്ന് തരാമെന്ന് പറയുകയാണോ? അല്ലെങ്കിൽ ഗവൺമെന്റും കോടതിയും ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവണം. ഇവരുടെ ഡ്യൂട്ടി നിയമപ്രകാരം അവർ ചെയ്തോട്ടെ. അതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാനോ അസഭ്യം പറയാനോ ഇവർക്ക് അവകാശമില്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റും യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള നീതിന്യായ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്രയും പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം യാതൊരു സംശയവും എല്ലാവരും കണക്ക് കൂട്ടിയിരിക്കുകയാണ്. ഇവന്റെ ഒക്കെ ഈ തോന്നിവാസം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ.